ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡെക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോ കാഡ് 3D ട്യൂട്ടോറിയലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ 3D എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3D എന്ന് പറയുന്നത് എന്താണ്? 3 ഡയമെൻഷണൽ എന്നാണ് 3D എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ത്രിമാന രൂപം. 3 അളവുകൾ ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിന് ഉണ്ടാവും. കൃത്യമായ ഒരു നീളം ഉണ്ടാവും, കൃത്യമായ ഒരു വീതി ഉണ്ടാവും, കൃത്യമായ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ 3D നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നതിന് 3D മോഡലിംഗ് ചെയ്യുക അല്ലെങ്കിൽ 3D ഡിസൈനിങ് ചെയ്യുക എന്നൊക്കെയാണ് പറയാറ്. യൂഷ്വലി പറയുന്നത് 3D ഡിസൈനിങ് അല്ലെങ്കിൽ 3D മോഡലിംഗ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് പറയാറ്, 3D ചെയ്യുന്ന ആ കൺസെപ്റ്റിനെ നമ്മൾ പറയാറ്. അപ്പൊ 3Dയുടെ ഉദ്ദേശം എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ റിയൽ ആയിട്ട് ഉള്ളതുപോലെ സോഫ്റ്റ്വെയറിൽ വരച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന ഒരു ഒബ്ജക്റ്റിനെ അതേപോലെ അതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വരച്ചെടുക്കുന്നു എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞ എന്ത് 3D. അതിന്റെ ടെക്നിക്കൽ വശമാണ് നമ്മൾ എന്ത് പറയുന്നത് 3 ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ അതേ രൂപത്തിൽ, ആ ഒബ്ജക്റ്റിന്റെ അതേ രൂപത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരച്ചെടുക്കുന്നു, ഡിസൈൻ ചെയ്തെടുക്കുന്നു എന്നുള്ള കൺസെപ്റ്റിനെയാണ് പൊതുവെ നമുക്ക് എന്ത് പറയാൻ പറ്റുക, 3D എന്ന് പറയാൻ പറ്റുക. അത് രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് കൃത്യമായ അളവ് ടാപ്പ് വെച്ച് മെഷർ ചെയ്ത് നോക്കിയിട്ടും ചെയ്യാം, അല്ലാണ്ട് ജസ്റ്റ് ഒരു ഡയമെൻഷൻ അസ്യൂം ചെയ്തിട്ട് ഏകദേശ കണക്കിലും ചെയ്യാം. രണ്ട് രീതിയിലും നമ്മൾ 3D ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഡിഫറെന്റ് ടൈമിലാണ്, ടൈപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ വിശദമാക്കാം. എന്തായാലും ഫൈനൽ ഉദ്ദേശിക്കുന്നത് ആ റിയൽ ഒബ്ജക്റ്റ് പോലെ ഇതിനകത്ത് ഉണ്ടാവണം എന്നർത്ഥം. ക്ലിയർ അല്ലേ? പറഞ്ഞു കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓട്ടോ കാഡ് 2Dയിൽ നിന്നും 3Dയിലേക്ക് വരുമ്പം ഈ കാണുന്ന പേജിന് വലിയ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഓട്ടോ കാഡ് 2D എന്നുള്ള ഒരു വർക്ക് സ്പേസ് അഥവാ ഒരു പേജ് 3Dയിലേക്ക് ഷിഫ്റ്റ് ആക്കുന്നതെന്ന് പഠിക്കാം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. താഴെ ഓട്ടോ കാഡിന്റെ താഴെ ഭാഗത്തായിട്ട്, റൈറ്റ് സൈഡിലെ താഴെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഏറോയിൽ ക്ലിക്ക് ചെയ്യുമ്പം ഡ്രാഫ്റ്റിംഗ് അനോട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരുന്നു, ഒരു വർക്ക് സ്പേസിലായിരുന്നു ഇത്ര നാൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, 2D ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, 3Dയിലേക്ക് മാറണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ 3D ബേസിക്സ് ഉണ്ട്, അതുപോലെ 3D മോഡലിംഗ് ഉണ്ട്. ഈ 3D ബേസിക്സും മോഡലിംഗ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? 3D ബേസിക്സ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള 3D ടൂൾസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള. അഡ്വാൻസ് 3D ലെവൽ ടൂൾസ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 3D മോഡലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും അഡ്വാൻസ് 3D മോഡലിംഗ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ 3D മോഡലിംഗ് വർക്ക് സ്പേസ് എടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ UCS ഐക്കണിലേക്ക് വരുമ്പം എക്സ് വൈ എന്ന് പറയുന്ന സംഭവം, അതായത് UCS ഐക്കൺ എന്ന് പറഞ്ഞ സംഭവം അല്ലേ, എക്സ് വൈ, അതായത് നീളവുമുണ്ട് വീതിയുമുണ്ട്. 3D ആവണമെങ്കിൽ എന്താവണം, ഇവിടെ Z ഡയറക്ഷൻ അഥവാ ഹൈറ്റും കൂടെ വരണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഹോം ടാബിൽ വ്യൂ പാനലിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു അൺസേവ്ഡ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ? അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് SW ഐസോമെട്രിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏത് ഐസോമെട്രിക് എടുത്താലും 3D വ്യൂ തന്നെയാണ് കിട്ടുക. എങ്കിലും ആദ്യം പറയുന്നത് എന്താ, SW ഐസോമെട്രിക്, സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്രോസ് ഹെയറും ചിഹ്നം മാറിയിട്ടുണ്ടാവും, ഇവിടെ സെഡും കൂടെ വന്നിട്ടുണ്ടാവും. ഇപ്പം വ്യൂ എന്തായി മാറി, 3D ആയി മാറി. പഴയതുപോലെ 2Dയിലേക്ക് പോകണമെങ്കിലോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടോപ്പ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു 2D ഒബ്ജക്റ്റ് വരച്ച് അതിന് സിമ്പിളായി എങ്ങനെ 3D ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഡ്രോ പാനലിൽ പോയി ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. ജസ്റ്റ് വരക്കുന്നു, ഡയമെൻഷൻ കൊടുക്കണേ. 400 എന്ന് പറഞ്ഞൊരു ഡയമെൻഷനും 500 എന്ന് പറഞ്ഞ
ഒരു ഡയമെൻഷൻ കൊടുത്തു. 400 നീളവും 500 വീതിയും കൊടുത്തു. വരച്ചതിന് ശേഷം ഇവിടെ വന്ന് SW ഐസോമെട്രിക് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. ദെൻ ഒരു 2D ഒബ്ജക്റ്റിന് ഹൈറ്റ് കൊടുത്ത് അഥവാ തിക്നെസ് കൊടുത്ത് 3D ആക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ ആ ടൂളിന്റെ പേര് എക്സ്ട്രൂഡ് എന്നാണ്. ഒന്നുകൂടെ പറയാം. ഒരു 2D ഒബ്ജക്റ്റിന് ഹൈറ്റ് അഥവാ തിക്നെസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് എക്സ്ട്രൂഡ്. ഇവിടെ വന്നാൽ എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എക്സ്ട്രൂഡിന്റെ കമാൻഡ് EXT ആണ്. EXT ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. സ്പെസിഫൈ ഹൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ മുകളിലോട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്ക് ക്ലിക്ക് ചെയ്യാം. കൃത്യമായ ഒരു അളവ് വേണമെങ്കിൽ നമുക്ക് വേണ്ട ഡയറക്ഷൻ വെക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്ന അളവ് 300 ആണ്. ഞാൻ 300 കൊടുത്തു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ 3D എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 3D ഭയങ്കര കളർഫുൾ ആയിരിക്കും, ഭയങ്കര ഭംഗിയായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയല്ലേ നമ്മൾ 3D എന്ന് പറഞ്ഞതിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ, ഇത് ഒരു രസമില്ല. ലൈൻ പോലെ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവങ്ങളായിട്ട് ലൈൻ പോലെയാ കാണുന്നത്. ഇതൊരു ഭംഗിയില്ല എന്ന് നമ്മുടെ മനസ്സിൽ പറയുന്നുണ്ടാവും. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച 3D എന്നും പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനെ ഭംഗിയാക്കുക, അതായത് കൃത്യമായ കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടൂളാണ്. അത് എവിടെ ഉണ്ടാവുക? വ്യൂ പാനലില്. ഇവിടെ 2D വയർ ഫ്രെയിം കണ്ടോ? ഈ വയർ ഫ്രെയിം ആണ് ഈ എഡ്ജ് കാണിക്കാൻ കാരണം. അതായത് വയർ ഫ്രെയിം എന്ന് പറയുന്നതാണ് കൃത്യമായിട്ടുള്ള എഡ്ജുകൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ട് റിയലിസ്റ്റിക് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അടിപൊളി കൃത്യമായി എന്ത് വന്നു? കളർ വന്നു. അപ്പൊ മനസ്സിലാക്കാം, ഒരു 3D ഒബ്ജക്റ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന് കളർ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം വയർ ഫ്രെയിം കൺസെപ്റ്റിലാണ് നമ്മൾ ഉണ്ടാവുക. 2D വയർ ഫ്രെയിമിലാണ്. അത് മാറ്റിയിട്ട് റിയലിസ്റ്റിക് എന്ന വിഷ്വൽ സ്റ്റൈലാക്കിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, അതിനൊരു കളർ വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ കളർ മാറ്റണമെങ്കിലോ, നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ PR എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. അപ്പൊ ഇവിടെ ഇതിന്റെ കളർ ഇവിടെ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഈസി അല്ലേ? മനസ്സിലായല്ലോ? ദെൻ ഈ ഒരു എക്സ്ട്രൂഡിൽ ഇപ്പം വന്നത് സോളിഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആയിട്ടാണ്. അതായത് ഈ ഒബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ മുറിച്ചാലും കട്ട് ചെയ്താലും ഇതിന് തിക്നെസ് ഉണ്ടാവും. കൃത്യമായ തിക്നെസ് ഉള്ള ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയാ? സോളിഡ് എന്ന് പറയാ. ഞാനിവിടെ ടോപ്പ് വ്യൂയിലേക്ക് പോയിട്ട് വേറൊരു ഒബ്ജക്റ്റ് റെക്റ്റാങ്കിൾ കൂടെ വരയ്ക്കുന്നുണ്ട്. വീണ്ടും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലേക്ക് പോയി എക്സ്ട്രൂഡ് എടുത്തു. അപ്പോ നമ്മൾ ഡയറക്റ്റ് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എപ്പോഴും സോളിഡ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ദെൻ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ആ മോഡിൽ ക്ലിക്ക് ചെയ്യാം. ആ മോഡില് ഡിഫാൾട്ട് ആയിട്ട് ഏതാ ഇരിക്കുന്നത്? സോളിഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് സോളിഡ് വരുന്നത്. ഞാൻ സർഫസ് ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുന്നു, കൃത്യമായ ഒരു ഹൈറ്റ് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. നോക്കി, ഇവിടെ 3D സർഫസ് എന്ന് പറയുന്നു. സർഫസ് എക്സ്ട്രൂഷനും ഇത് 3D സോളിഡും ആണ്. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? തിക്നെസ് ഇല്ലാത്ത ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? അതായത് മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും മൈന്യൂട്ട് തിക്നെസ്. മൈന്യൂട്ട് തിക്നെസ് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും തിക്നെസ്. ദാറ്റ് മീൻ തിക്നെസ് ഇല്ല എന്നുള്ള രീതിയിൽ പറയാം. അതിനാണ് എന്താ പറയാ? സർഫസ് എന്ന് പറയാ. സീറോ തിക്നെസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ഒബ്ജക്റ്റിനെ എക്സ്ട്രൂഡ് ചെയ്യുമ്പം സോളിഡ് ആയിട്ടും സർഫസ് ആയിട്ടും മാറ്റാൻ വേണ്ടി ഏത് ഓപ്ഷൻ ഉപയോഗിച്ചു? എക്സ്ട്രൂഡിലെ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ? മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. ദെൻ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഒബ്ജക്റ്റിനെയും എക്സ്ട്രൂഡ് ചെയ്യുമ്പം ഡയറക്റ്റ് സോളിഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ലൈൻ എടുത്ത് വരക്കുകയാണ്, ശ്രദ്ധിക്കുക. ഞാനൊരു 400 നീളം, വീതി ഒരു 300, അഗെയിൻ 400 നീളം, 300 കൊടുത്തു. ഇതൊരു റെക്റ്റാങ്കിൾ തന്നെയല്ലേ? ദെൻ സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലേക്ക് ഞാൻ വന്നു, എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റ് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ വന്നത് എന്താ?
സർഫസ് ആയിട്ടാണ്. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ റെക്റ്റാങ്കിൾ എടുത്ത് ചെയ്യുമ്പം ഡയറക്റ്റ് എക്സ്ട്രൂഡ് ചെയ്യുമ്പം സോളിഡ് ആയിട്ട് വന്നു. എന്നാൽ ലൈൻ ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ പോലെ വരച്ച ഒബ്ജക്റ്റിനെ എക്സ്ട്രൂഡ് ചെയ്യുമ്പം സർഫസ് ആയിട്ട് വന്നു. എന്താണ് അതിന്റെ വ്യത്യാസം? ഇപ്പൊ പരിശോധിക്കാം. നോക്കൂ, നമ്മൾ ലൈൻ ഉപയോഗിച്ച് എന്ത് വരച്ചാലും എന്താ സംഭവം? അത് സെപ്പറേറ്റ് അല്ലേ? സെപ്പറേറ്റ് ഭാഗങ്ങളല്ലേ? അപ്പൊ സെപ്പറേറ്റ് ഭാഗങ്ങളായതുകൊണ്ട് തന്നെ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എന്തായിട്ടാ വരുക? സർഫസ് ആയിട്ടാ വരുക. അപ്പോ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗിൾ ഒബ്ജക്റ്റ് അല്ലേ? അപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? സോളിഡ് ആയിട്ട് വരും. അപ്പൊ ഇതിനെ എനിക്ക് ഇനി സോളിഡ് ആക്കണമെങ്കിലോ ഇതിനെ ജോയിൻ ചെയ്ത് നിങ്ങൾ സിംഗിൾ ആക്കിയാൽ മതി. ജോയിൻ ചെയ്ത് എന്താക്കുക? സിംഗിൾ ആക്കുക. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. ഡയറക്റ്റ് സോളിഡ് ആയിട്ട് വരും. വ്യത്യാസം മനസ്സിലാക്കുക. സെപ്പറേറ്റ് ആയിട്ട്, അതായത് ലൈൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ഒബ്ജക്റ്റ് വരച്ചാലും എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ സർഫസ് ആയിട്ടേ വരത്തുള്ളൂ. കാരണം അതെല്ലാം സെപ്പറേറ്റ് ലൈനുകളാണ്. ഓക്കെ, അതിനെ സിംഗിൾ ആക്കാൻ വേണ്ടി ജോയിൻ ചെയ്താൽ മതി. നേരെ മറിച്ച് റെക്റ്റാങ്കിൾ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ സോളിഡ് ആയിട്ട് വരുന്നു. ഓൾറെഡി അത് എന്താണ്? സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. അതാണ് കാരണം. ക്ലിയർ അല്ലേ? അപ്പോ ഇത്രയും മതി ഫസ്റ്റ് ക്ലാസ്സിൽ. ബാക്കി നാളെ അടുത്ത ക്ലാസ്സിൽ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. നോക്കിയിട്ട് ടോപ്പിക്കുകൾ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.